ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെടുന്ന നല്ല സമയത്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നിങ്ങളുടെ മധ്യത്തിൽ ഇപ്രകാരം കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ പാസ്റ്ററെ കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ യാദൃച്ഛികമായിട്ട് കഴിഞ്ഞ മാസം പരിചയപ്പെടുവാനും അവരോടൊപ്പം ചില ദിവസങ്ങളായിരിക്കാനും സ്വർഗത്തിലെ ദൈവങ്ങളെ സഹായിച്ചു. അവർ 2 തവണ വന്നേ ഉള്ളൂ, 2 നൈറ്റേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വലിയൊരു നല്ലൊരു ബന്ധം സ്ഥാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ കൽക്കട്ട പട്ടണത്തിലായിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഗസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് പട്ടണത്തിൻ്റെ നടുവിലായിരിക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഈ മാസം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് 3 ഗസ്റ്റ്. ലാസ്റ്റ് വന്നതൊരു വലിയൊരു ടീമായിരുന്നു. അവരോടുകൂടിയാണ് ഡിസംബർ മാസം തീർന്നത്. അവരോടുകൂടി തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരികയും ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവരെ സ്വീകരിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ഓണറായിട്ട് ഞങ്ങളായിരുന്ന സ്ഥലത്തെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് അനേക ഗസ്റ്റുകൾ വരുവാനായിട്ടും അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ടും ദൈവം സഹായിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പറഞ്ഞതുപോലെ ICPFൻ്റെ പ്രവർത്തന ബന്ധത്തിൽ കൽക്കട്ടയിൽ യൗവനക്കാരുടെ ഇടയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ശേഷം കയറി വരാനായിട്ട് യാതൊരു എന്താ പറയുന്നത് സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു യോഗ്യതയുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു വന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കുടുംബ പാരമ്പര്യമൊന്നും പറയാനായിട്ടില്ല. ടൈറ്റിലൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ടൈറ്റിലുകളൊന്നും ഇല്ലാത്ത ഒരു ദേശത്ത് നിന്ന് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അമ്പലങ്ങളുടെ നടുവിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. കുടുംബക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് അമ്പലങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ആ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ കരുണ തോന്നിയിട്ട് ഒരു സുവിശേഷം കടന്നു വരുവാനും ഞങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇവിടെയായി തീർന്നു. സ്തോത്രം. എൻ്റെ പിതാവ് 1997 എൻ്റെ പിതാവിനുണ്ടായൊരു രോഗമാണ്. 2 കിഡ്നിയും തനിക്ക് ഫെയിലിയറായിപ്പോയി. ഒരുപാട് ഓപ്പറേഷൻസ്, 10-ലധികം ഓപ്പറേഷൻസ് തന്നെ ശരീരത്തിൽ ചെയ്ത് 2 കിഡ്നിയും ഫെയിലായി പോയെടുത്ത് നിന്ന് ദൈവം വിടുവിച്ച ഒരു വിടുതലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കർത്താവിന് വേറുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒരുപാട് അമ്പലങ്ങളിലും ഒരുപാട് പള്ളികളിലൊക്കെ പോയി, ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും ഡോക്ടർ അവസാനം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വിടുമ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട എൻ്റെ പിതാവ് വീട്ടിൽ കിടക്കയിൽ സുഖമില്ലാതെ ശരീരം മുഴുവൻ നീരായിട്ട് വളരെ പ്രയാസത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ മുഖാന്തരം അവരുടെ സഭയിൽ ദേവദാസൻ ഒരു രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവർ ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. ഞങ്ങൾക്കറിയത്തില്ല എന്താണ് ഉപവാസമെന്ന്. ഞങ്ങൾ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും അതിൻ്റെതായ പരിപാടികളും, അവിടെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മത്സ്യമോ മാംസമോ ഒന്നും എടുക്കാതെ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇവർ വന്ന് 3 ദിവസം ഒരു സഭ മൊത്തമായിട്ട് വലിയൊരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ ദേശക്കാർ മുഴുവൻ നോക്കി നിൽക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അതിൻ്റെ നടുവിലേക്ക്, ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമൊക്കെ ഉള്ളതിൻ്റെ നടുവിലേക്ക് ഒരു വലിയൊരു കൂട്ടം ആളുകൾ വന്ന് വീട്ടിലിരുന്ന് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു. 3 ദിവസം അവർ വീട്ടിൽ നിന്ന് വെള്ളമില്ലാതെ വേറൊന്നും കുടിച്ചിട്ടുമില്ല, ഭക്ഷണം പോലും അവർ കഴിച്ചിട്ടില്ല. 3-ാമത്തെ ദിവസം എൻ്റെ അപ്പന് ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ട് അപ്പൻ തന്നെ പറഞ്ഞു ഭക്ഷണം കൊടുത്ത് വിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കൊടുത്ത് വിട്ട് 3 ദിവസം അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ചിന്തിച്ചു പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല, മറ്റു പള്ളികളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഒക്കെ പോയി ആ ഒരു സിസ്റ്റം ആയിരിക്കുമെന്ന് ഓർത്തു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നടക്കാതെ ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ എൻ്റെ പിതാവ് കിടന്നുറങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിൽ ആരോ തൊടുന്നത് പോലെ തനിക്ക് തോന്നി. താൻ ചാടി എഴുന്നേറ്റു. താൻ അതുവരെയും ട്യൂബ് ഉപയോഗിച്ചാണ് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. താൻ ഓടി ബാത്റൂമിലേക്ക് പോയി. താൻ പറഞ്ഞിട്ടുണ്ട് ടാപ്പ് തുറന്നു വിടുന്ന പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് യൂറിൻ പാസ് ചെയ്ത് പോയി. തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന നീരെല്ലാം കുറഞ്ഞു. തനിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലായി. താൻ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, എന്തിനാ വന്ന, 3 മാസം മാത്രം ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതാ, ഇനി അതിനകത്ത് മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ നിർബന്ധപ്രകാരം ഒരു ടെസ്റ്റ് കൂടെ നടത്തി, ഒരു സ്കാനിങ് കൂടെ
കൂടെ നടത്തി. ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു ഏത് ഹോസ്പിറ്റലാണ് പോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു ഹോസ്പിറ്റലും പോയില്ല. ഡോക്ടർ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 2 കിഡ്നിയും ഒരു കിഡ്നി കംപ്ലീറ്റ് ഫെയിലായി, ഒരു കിഡ്നി വളരെ പെർസെൻറ്റേജ്, അത് ഓൾറെഡി 3 മാസത്തിനുള്ളിൽ അതും തീരും, ആൾ മരിക്കുമെന്ന് പറഞ്ഞെടുത്ത കംപ്ലീറ്റ് ഹീലിംഗ് ആയിരുന്നു. ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ കിഡ്നി. 2 കിഡ്നിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഒരു കംപ്ലീറ്റ് ഹീലിംഗ്. ഞാൻ പറയട്ടെ, 1997 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്നും എൻ്റെ പിതാവ് ജീവനോടെയുണ്ട്. ആമേൻ സ്തോത്രം. 2026 ഞങ്ങൾ കയറുമ്പോൾ ഇന്നും എൻ്റെ പിതാവ് ജീവനോടെയുണ്ട്. ആമേൻ സ്തോത്രം. 3 മാസം മാത്രം ജീവിച്ചിരിക്കത്തുള്ളെന്ന ലോകം വിധി എഴുതിയെടുത്തുന്ന ആമേൻ സ്തോത്രം ഞങ്ങളെ സ്നേഹിപ്പാൻ, ഞങ്ങളെ തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് കരുണ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്, വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഒരു മിറക്കിൾ ഉണ്ടായിരിക്കും, പക്ഷേ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് പരീക്ഷകളുടെ ഒരു കൂമ്പാരം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ആമേൻ സ്തോത്രം. ദൈവത്തെ അറിയാനായിട്ട് ഒരു മിറക്കിൾ ഉണ്ടായിരിക്കും. ആ മിറക്കിലൂടെ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു, പക്ഷേ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനായിട്ട് ഒരുപാട് പരീക്ഷകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. നിപ്പിന് ഞങ്ങളുടെ കടം കയറി. അപ്പൻ്റെ ബിസിനസ് അപ്പൻ നടത്തിക്കൊണ്ടിരുന്ന, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് വരെ അപ്പൻ കള്ളുഷാപ്പ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ, നല്ലൊരു കുക്കാണ്. താനും തൻ്റെ സ്നേഹിതനോട് ചേർന്ന് കള്ളുഷാപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം വിട്ടിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് എല്ലാം നിപ്പിൽ ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ് ഫെയിലായി. ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉടുക്കുവാനുള്ള ഡ്രസ്സ് മാത്രം ബാഗിൽ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി എങ്ങോട്ട് പോകുമെന്നറിയാതെ സ്ട്രീറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. വീട് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. കയ്യിലൊരു ബാഗിനകത്ത് കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോയി, അപ്പൻ്റെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോയി. ആരും ഞങ്ങളെ സ്വീകരിച്ചില്ല. ഒറ്റ പേടിയുള്ളൂ, ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവരാരും ഞങ്ങളെ സ്വീകരിച്ചില്ല. ആ സമയത്ത് എൻ്റെ അപ്പൻ്റെ സുഹൃത്തുക്കൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിലൊന്നും വരണ്ട, അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നൊന്ന് നിന്നാൽ മതി. ഞങ്ങൾക്ക് വളരെ വലിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളുള്ളവരാണ് ഞങ്ങൾ. അതിൻ്റെ മുമ്പിലൊന്ന് വന്ന് നിന്നാൽ മതി, നിങ്ങളുടെ സകല കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മരിച്ചെന്ന് പറഞ്ഞാലും കർത്താവിന് വിട്ടു പോത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. അന്ന് താൻ എടുത്ത തീരുമാനമായിരുന്നു ആമേൻ സ്തോത്രം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് മുമ്പോട്ട് നിർത്തിയത്. ആമേൻ. ഞങ്ങളുടെ പരീക്ഷയുടെ കാലഘട്ടം വളരെ കഠിനമായിരുന്നു. അതിനകത്ത് കയറുമ്പോൾ അവർ തന്ന ഇൻസ്ട്രക്ഷൻസ് ഇത്രയേ ഉള്ളായിരുന്നു. ഒരൊറ്റ ദേവദാസന്മാർ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ പാടില്ല, അതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷേ കഴിക്കാൻ ആഹാരത്തിന് കുറവുണ്ട്. അന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഗവൺമെൻറ് 2 രൂപയുടെ അരി സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമായിരുന്നു അന്ന്. റേഷൻ കടയിൽ നിന്ന് 2 രൂപയുടെ അരിയും മേടിക്കും, 5 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്നും മീനും മേടിക്കും. അങ്ങനെ പിന്നെ മോര് കറി തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടുത്തെ കല്യാണം കഴിയുമ്പോൾ പാക്കറ്റ് കുപ്പിക്കണക്കിന് മോര് കിട്ടും. അതും വെച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്ത് ജീവിച്ചത്. അപ്പൻ മൂലയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കും, അമ്മയും സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അപ്പനും അമ്മയ്ക്കും കിടക്കാൻ സ്ഥലമുണ്ട്. മക്കളായ എനിക്കൊരു അനിയനും കൂടിയുണ്ട്, ഞങ്ങൾക്ക് 2 പേരും കിടക്കാൻ സ്ഥലമില്ല. അങ്ങ് വന്നു എവിടെ കിടക്കുമെന്നുള്ള ചോദ്യം വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ മക്കളെ എങ്ങും പോകേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പനും അമ്മയ്ക്കും കട്ടിൻ്റെ അടിയിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ കൊച്ചുങ്ങളായതുകൊണ്ട് കട്ടിനടിയിലോട്ട് പാവിരിച്ചു. കട്ടിനടിയിലോട്ട് ഞങ്ങൾ കിടന്നു, കട്ടിൻ്റെ മുകളിൽ അപ്പനും അമ്മയും കിടന്നു. ആമേൻ സ്തോത്രം. അപ്പന് ജോലിയില്ല, അമ്മയ്ക്ക് വരുമാനമില്ല, വളരെ പ്രയാസത്തിൽ ഞെരുങ്ങി നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം അതിൻ്റെ നടുവിൽ നിന്നാണ് കർത്താവ് ഞങ്ങളെ പണിതത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിദ്യാഭ്യാസം നടക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പലരും ഇപ്പോൾ കളിയാക്കി വിദ്യാഭ്യാസം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ എനിക്കും എൻ്റെ അനിയനും ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് പ്രാപിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ ITIയിൽ സർവീസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവനാണ്. ആമേൻ സ്തോത്രം. എൻ്റെ അനിയൻ പോളിടെക്നിക്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് 2 പേർക്ക് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ദൈവം അനുവദിച്ചില്ല. ആമേൻ സ്തോത്രം. ഞങ്ങൾക്കുള്ള എല്ലാ ഫീസുകളും ദൈവം ഒരുക്കി തന്നു. എല്ലാ സമയാസമയങ്ങളിൽ വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം ഒരുക്കി തന്നു. 6 മാസമേ ദൈവം അതിനകത്ത് ഞങ്ങളെ കിടത്തിയുള്ളൂ. അവിടുന്ന് പിന്നെ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്ത് ഓലപ്പുര ആണെങ്കിലും മതിയെന്നോർത്ത് അത് അങ്ങനൊരു ക്രമീകരണം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അവിടെ നിന്നാണ് പിന്നെ അടുത്ത വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് തുടങ്ങുന്നത്. ആമേൻ സ്തോത്രം. അവിടെ നിന്ന് ദൈവം ഞങ്ങളെ വളർത്തുവാനായിട്ട് തുടങ്ങി. സ്ലോലി ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി. ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുമെന്ന് ലോകം ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ലോകം അത്രയേറെ, ഞാൻ പറഞ്ഞില്ല, മാനസികപരമായ അത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസം ദൈവം വളരെ അനുഗ്രഹമാക്കി ദൈവം തന്നു. ഞങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്തായിരുന്നു. പേട്ടയിലാണ്. ഞാൻ ഏകദേശം 1 വർഷത്തോളം ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടുത്തെ സർവേയിൽ ഒരു ടീമിൻ്റെ ലീഡറായിട്ട് ദൈവം എന്നെ അവിടെ നിർത്തിയിരുന്നു. ഞാൻ 1 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട്
കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ജോലിയും കളഞ്ഞിട്ട് ഞാൻ സെമിനാരിലേക്ക് പഠിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. എൻ്റെ അനിയനും അതുപോലെ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്നെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഇന്ന് ബോംബെയിൽ IPCയുടെ തന്നെ ഒരു ശുശ്രൂഷകനായിട്ട് താനും ആയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിലാണ്. ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ചോദിച്ചതിൻ്റെ നടുവിൽ നിന്ന് കാര്യം അങ്ങനത്തെ സാഹചര്യങ്ങളാണ്, പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുള്ള കർത്താവ്, ഈ സാഹചര്യത്തിൽ കിടക്കുവാനായിട്ട് നീ അങ്ങാണ് അവസരം ഒരുക്കിയതെങ്കിൽ ഇതിൻ്റെ നടുവിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആമേൻ, സ്തോത്രം. ഞങ്ങളുടെ രണ്ടുപേരുടെ സാഹചര്യത്തെ ദൈവം മാറ്റിയില്ല, ഞങ്ങളുടെ വീടിനെ ദൈവം മാറ്റിയില്ല, ഞങ്ങളുടെ സാഹചര്യങ്ങളൊന്നും ദൈവം മാറ്റിയില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മാന്യമായ നിലയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ആമേൻ, സ്തോത്രം. വളരെ അനുഗ്രഹമായ നിലയിൽ ഞങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വേലയിലാണെങ്കിലും ആമേൻ, സ്തോത്രം. ഞാൻ അതാ നേരത്തെ കർത്താസനോട് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഗസ്റ്റുകൾ വരുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾ വളരെ സന്തോഷമാണ്. കാര്യം ഇല്ലായ്മയുടെ നടുവിലും കൊടുത്ത് ശീലിച്ച ഒരു പിതാവിനെ കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. ആമേൻ, സ്തോത്രം. അതുപോലെ ദൈവദാസന്മാരെ മാനിച്ച ഒരു അപ്പനാണ് എൻ്റെ അപ്പനെന്ന് പറഞ്ഞ് ഇന്നും അത് തന്നെയാണ്. ഇല്ലെങ്കിലും ആമേൻ, സ്തോത്രം, വീട്ടിൽ ആരെങ്കിലും വന്നാൽ അതുപോലെ മാനിച്ചു വിടുന്ന ഒരു മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞങ്ങൾ വളരുവാനിടയിടെ തീർന്നത്. ഇന്ന് ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങളുടെ മാതാവും പിതാവും അവിടെ ഭവനത്തിൽ ആയിരിക്കുന്നു. ശരീരപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുക, നോർത്ത് ഇന്ത്യയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുകയാണ്. ആമേൻ, ഇടയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദൈവം ഞങ്ങളെ മാനിച്ചു. ഇതുവരെയും ദൈവം ഞങ്ങളെ നടത്തി. നേരത്തെ ഒരു അച്ഛൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിൻ്റെ ഭൂ പോലും പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ആമേൻ, സ്തോത്രം. സുവിശേഷ വേലയിലാണെങ്കിലും ഹല്ലേലൂയ, കഷ്ടതകൾ ഇല്ലെന്ന് പറയത്തില്ല, കഷ്ടതകൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ വഴി തുറന്ന ദൈവത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആമേൻ, സ്തോത്രം. രാത്രി 2 മണിക്ക് പോലും ആമേൻ, സ്തോത്രം, അടുത്ത ദിവസം രാവിലെ അരി മേടിക്കാൻ സാഹചര്യമില്ലാതെ കരഞ്ഞിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, രാത്രി 2 മണിക്ക് ദൈവം ഞങ്ങൾക്ക് വഴി തുറന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവം ഞങ്ങളെ മാനിച്ച് വളരെ അനുഗ്രഹിച്ചാണ് ദൈവം നടത്തുന്നത്. ഞാൻ സൗമ്യ എപ്പോഴും, എൻ്റെ വൈഫ് എപ്പോഴും പറയും, ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും. എൻ്റെ ക്യാമ്പിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ 21 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും, എൻ്റെ ക്യാമ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഫിനാൻഷ്യൽ കാര്യങ്ങൾ. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ഇരിക്കത്തില്ല. ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലും ഞാൻ ഒരു രീതിയിലും അത് പട്ടിണി കിടക്കേണ്ടി വന്നാൽ പട്ടിണി കിടന്ന കാര്യം. എന്നെ സുവിശേഷ വേലയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് മാതൃകയായി തീർന്നത് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവദാസനാണ്. താൻ ഒരു ചർച്ചുമില്ലാതെ 3 വർഷത്തോളം താനൊരു വീട്ടിൽ, പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ തൻ്റെ വൈഫ് തന്നോട് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഏതെങ്കിലും സെൻട്രൽ പാസ്റ്റർമാർ പോയി കണ്ടിട്ട് ഏതെങ്കിലും ഒരു ചർച്ച എടുത്തോ? പുള്ളി പറഞ്ഞു, വിളിച്ചത് ദൈവമാണെങ്കിൽ സെൻട്രൽ പാസ്റ്റർമാരല്ല, വിളിച്ചത് ദൈവമാണെങ്കിൽ ദൈവം തരുന്ന ശുശ്രൂഷ ഞാൻ ചെയ്യത്തുള്ളെന്ന ആമേൻ, സ്തോത്രം, ദൃഢമായ തീരുമാനമെടുത്തൊരു ദൈവദാസനെ മാതൃകയാക്കിയത് കൊണ്ടാണ് ആമേൻ, സ്തോത്രം, ഏത് സാഹചര്യം വന്നാലും ആമേൻ, സ്തോത്രം, നാളെ അരി മേടിക്കാൻ ഇല്ലെങ്കിലും സാരമില്ല, കരയത്തിൽ അതിനു മേളിൽ ഞാൻ വ്യാകുലപ്പെടുത്തതേ ഇല്ല. ദൈവം എനിക്ക് വേണ്ടിയിട്ട് വഴികളെ തുറക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം കൃത്യമായിട്ട് ആമേൻ, സ്തോത്രം, സമയാസമയങ്ങളിൽ ദൈവം വഴികളെ തുറക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാം വേണ്ടുന്ന എല്ലാ നന്മകളാലും ദൈവം അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളുടെ മുന്നിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയാണ്. ആമേൻ, സ്തോത്രം. ആദ്യത്തെ ഞായറാഴ്ചയാണ്. ആമേൻ, സ്തോത്രം. വിശേഷാല പ്രിയ കർത്തദാസൻ എടുത്ത വചനം വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. എവിടെയോ ദൈവത്തിന് ഈ സഭയോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതും അതേ ഭാഗത്തു നിന്നാണ്. ആമേൻ, സ്തോത്രം. അതേ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേദഭാഗത്തു നിന്നാണ്. ദൈവം കൃത്യമായിട്ട് സഭയ്ക്ക് തന്ന ഒരു ദൂതാണെന്ന് ആ വേദഭാഗങ്ങളെന്ന് പറയുന്നത്. ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 7 പേരുള്ള വേദഭാഗങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 7 പേരുള്ള വേദഭാഗങ്ങൾ. ദ ചർച്ച് അറ്റ് എഫെസസിലെ സഭ. നമ്മൾ നേരത്തെ പാസ്റ്റർ വായിച്ച വേദഭാഗവും എഫെസസിലെ ആ ഹെഡിങ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ സാഹചര്യവും എഫെസസ് തന്നെയാണ്. എഫെസസിൽ വെച്ചുണ്ടായ സാഹചര്യങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ച അപ്പോസ്തലൻ പൗലോസ് ദിനം പ്രതി പ്രതിപാദിച്ചു വന്നിരുന്നെന്ന് പറഞ്ഞ ആ സാഹചര്യങ്ങളെല്ലാം അത് സഭ തുറന്ന ദൈവാസന അത് ശുശ്രൂഷിക്കുന്നതായിരിക്കും. പക്ഷേ ആ ചർച്ച് ദൈവം വളരെയേറെ സ്നേഹിക്കുന്നൊരു സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്.
ആമേൻ. സ്തോത്രം. ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദൈവം വളരെയേറെ സ്നേഹിക്കുന്ന സഭ അല്ലെങ്കിൽ ദൈവം വളരെയേറെ സ്നേഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക കൺസേൺ ഉണ്ടായിരിക്കും എപ്പോഴും. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുന്നത് എഫെസ് സഭയ്ക്ക് എഴുതുന്നൊരു ദൂതാണ്. 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അതിന് ആദ്യം തന്നെ എഫെസസ് സഭയെ എടുത്തു പറഞ്ഞാണ് ഈ ദൂത് എഴുതുന്നത്. അവിടെ കാണുന്ന ചില ദൈവത്തിൻ്റെതായ ചില പ്രവൃത്തികൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെതായ ചില ക്വാളിറ്റീസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം ആ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ, സഭയ്ക്ക് ആലോചന പറയുമ്പോൾ ദൈവം ആദ്യം ആ സഭയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത്. ആദ്യം ദൈവം ആ സഭയെ അപ്രിഷ്യേറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. ദൈവം ആ സഭയുടെ ക്വാളിറ്റീസ് ആദ്യം എടുത്ത് പറഞ്ഞു, അപ്രിഷ്യേറ്റ് ചെയ്തു. അവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം അവിടെ വെളിപ്പെടുത്തി. അതിനുശേഷമാണ് അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് ആ സഭയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് പറയുന്നത് അതിനൊരു സൊല്യൂഷൻ, പറയുന്ന മുന്നറിയിപ്പിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. ആ സൊല്യൂഷൻ കൊടുത്തതിന് ശേഷമാണ് ഒരു ഇറ്റേണൽ മോട്ടിവേഷൻ, ഒരു നിത്യമായിട്ടുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത്. ഈ 4 തലത്തിലാണ് ആ വേദഭാഗം എഴുതിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ദൈവം ആ സഭയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 2 പറയുന്നത് ആ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. 3 പറയുന്നത് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം, ആ മുന്നറിയിപ്പ് കൊടുത്തതിന് ഒരു പരിഹാരം കൊടുക്കുന്നു. 4 പറയുന്നത് ഒരു ഇറ്റേണൽ മോട്ടിവേഷൻ, ഒരു നിത്യമായ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നു. ഇങ്ങനെയാണ് ആ വേദഭാഗം എഴുതിയിരിക്കുന്നത്. പക്ഷേ എഫെസസ് സഭ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അത്രയേറെ സ്നേഹിച്ചൊരു സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്. ദൈവം വളരെയേറെ സ്നേഹിക്കും. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ നടന്നിട്ടുള്ള അത്രയേറെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്. നമ്മൾ എഫെസി ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ കാണുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. ആമേൻ. സ്തോത്രം. അതിനപ്പുറത്തെ ഒരു ക്വാളിറ്റീസും ഒരു സഭയ്ക്ക് പറയാനില്ല. ആമേൻ. സ്തോത്രം. എന്താണ്? ഭൗതികമായിട്ടുള്ള നന്മകളുണ്ടെന്നല്ല പറയുന്നത്, ഭൗതികമായിട്ട് എത്രത്തോളം ഉയർന്നെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ. ആമേൻ. സ്തോത്രം. ലോകത്തിലുള്ള ഒന്നുമില്ലെങ്കിലും ആമേൻ. സ്തോത്രം, ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആത്മീക മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമേൻ. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ആമേൻ. സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഫെസസ് സഭയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. നല്ലൊരു നേതൃത്വം ഉണ്ടായിരുന്നൊരു സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്. പൗലോസ് എന്ന് പറയുന്ന മിഷണറിയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന സഭ, അതുപോലെ തന്നെ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസൻ ശുശ്രൂഷിച്ച സഭ, അതുപോലെ തന്നെ അക്വിലയും പ്രിസ്കില്ല എന്ന് പറയുന്നവരുടെ ദമ്പതിമാരുടെ ഉൾപ്പെട്ട അവരുടെ ലീഡർഷിപ്പിലുള്ള സഭ, തിമോത്തി കുറച്ച് നാൾ ശുശ്രൂഷകനായിട്ടിരുന്നൊരു സഭ. എത്ര ക്വാളിറ്റീസ് ഉള്ള സഭയാണെന്നറിയാമോ? ഇത്രയേറെ ലീഡർഷിപ്പുള്ള സഭയാണ് ആ സഭ എന്ന് പറയുന്നത്. എഫെസസ് സഭ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തിങ്കിങ്ങുകളിലും പല രീതികളിലും ഒരുപാട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാം അധ്യായം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത്രയേറെ ദൈവത്തോട് അടുത്ത് നിന്നിരുന്ന ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. ദൈവത്തിന് അത്രയേറെ ക്വാളിറ്റി, ദൈവത്തിൻ്റെ അത്രയേറെ ക്വാളിറ്റീസ്, ദൈവത്തിന് അത്രയേറെ സ്നേഹമുണ്ടായിരുന്ന, ദൈവത്തെ അത്രയേറെ മാനിച്ചിരുന്നു, ദൈവത്തിന് അത്രയേറെ ബഹുമാനിച്ചിരുന്ന ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. അവരെ പറ്റിയുള്ള ക്വാളിറ്റീസാണ് ഇവിടെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. ആമേൻ. സ്തോത്രം. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആമേൻ. സ്തോത്രം. ഈ ക്വാളിറ്റീസൊക്കെ ഈ കാലഘട്ടത്തിലുള്ള സഭയ്ക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും, ആ സഭയുടെ സകല പ്രവൃത്തികളും ദൈവം എപ്പോഴും കൺസിഡർ ചെയ്തു. ആമേൻ. സ്തോത്രം. ആ സഭയുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? അപ്പോസ്തല പ്രവൃത്തികൾ സമയമില്ലാത്ത അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രയേറെ ദൈവത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സഭയായിരുന്നു. പ്രവർത്തിച്ച ദൈവത്തിന് വേണ്ടിയിട്ട് ഏത് നിലയിലും ഏത് നിലവാരത്തിലും ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ കഴിവുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രാപ്തിയുള്ള, താല്പര്യമുള്ള ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന സഭയാണ്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിരുന്ന സഭയാണ്, മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നൊരു സഭയായിരുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊലോസ് ആ സഭയിലേക്ക് വരുമ്പോൾ അപ്പൊലോസിനെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തൊരു സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. ഒരു വ്യക്തി പുതുതായിട്ടൊരു ദേശത്തിൽ ഒരു സഭയിലേക്ക് വന്നപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസിനെ കരുതുകയും അതിനെ ഷാർപ്പൻ ചെയ്ത് ആ സഭയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സഭ ഏറ്റെടുത്ത ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പൊലോസ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റ് സഭകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന,
ആമേൻ, സ്തോത്രം. നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. കാര്യം അപ്പൊലോസ് പോകുമ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക്, മറ്റ് സഭയിലുള്ള ശിഷ്യന്മാർക്ക് ലെറ്റർ എഴുതി കൊടുത്ത് ഈ സഭ വിട്ടിട്ടുണ്ട്, ഈ പുള്ളിയെ കൂടെ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അത്രയേറെ മറ്റ് സഭകളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന, ആമേൻ, സ്തോത്രം, ഈ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സഭകൾക്കും ഇല്ലാത്ത എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു എഫെസസ് സഭ. മറ്റ് സഭയിലേക്ക് വരുന്നവരെ കരുതുവാൻ, സഭയിലേക്ക് വരുന്നവരെ സ്നേഹിക്കുവാൻ, അതുപോലെ തന്നെ മറ്റു സഭകളുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു അത്. ആ സഭ വളരുന്ന കാരണമെന്ന് പറയുന്നത് പൗലോസ് ഏകദേശം 2 വർഷത്തോളം അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചൊരു ദേശമായിരുന്നു. 2 വർഷത്തോളം പൗലോസ് അവിടെ താമസിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ദേശമായിരുന്നു ആ ദേശം. അവിടെ ആ സഭ വളരുന്നതിന് കാരണമെന്ന് പറയുന്നത് എല്ലാ ദിവസവും അവരെല്ലാം കൂടാരപ്പണിക്കാരാണ്. പൗലോസും ആ പണി ചെയ്തിട്ടാണ് അവിടെ ചെയ്തിരുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഇവർ സഭ വളരുന്നതിന് കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത്, ഇവരെല്ലാ ദിവസവും ഉച്ചയ്ക്ക് കിട്ടുന്ന ബ്രേക്ക്, ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇവർ കിട്ടുന്ന ബ്രേക്ക് വേഗത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇവർ ഓടി സഭയ്ക്കകത്ത് വരും. എന്തിനാണെന്നറിയാമോ? വചനം പഠിക്കുവാൻ. ആമേൻ, സ്തോത്രം. നേരത്തെ പാസ്റ്റർ പറഞ്ഞ തീം അവിടുന്ന് തുടങ്ങുന്നത്. ആമേൻ, സ്തോത്രം. വചനത്തിനകത്തു നിന്നാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. അവർ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നവരാണ്. അവർ ഓടി സഭയ്ക്കകത്ത് വരും, അവർ വചനം പഠിക്കുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. അങ്ങനെയായിരുന്നു ആ സഭയിൽ ആത്മീയമായിട്ട് വളർന്നത്. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള വളരെ ഹാർഡ് വർക്കിംഗ്, ദൈവത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ഏത് നിലയിലും നിൽക്കുവാൻ താല്പര്യമുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവം തന്നെ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, ആമേൻ, സ്തോത്രം, ക്ഷമയുള്ള ഏത് കാര്യത്തിനും, പെർസിവറൻസ് ഉള്ള ഏത് കാര്യത്തിനും നിലനിൽക്കുന്ന, ആമേൻ, അത്രയേറെ ക്വാളിറ്റീസ് ഉള്ള, അത് സ്വർഗം മാനിച്ചു, സ്വർഗം കണ്ടു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ കാണുമ്പോൾ ദൈവം പറയണം, ആമേൻ, സ്തോത്രം, ദീസ് ആർ ദ ക്വാളിറ്റീസ്. ആമേൻ, സ്തോത്രം. ഈ ക്വാളിറ്റീസ് ഞാൻ നിന്നിൽ കാണുന്നുണ്ടെന്ന സ്വർഗം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ഒരു ദേശത്തൊരു സഭ നിൽക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ഉത്തരവാദിത്വം ആ സഭ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ സ്വർഗം കൂടി അതിന് സാക്ഷ്യം പറയണം. ആമേൻ, സ്തോത്രം. ആ സഭയ്ക്കുള്ള എല്ലാ ക്വാളിറ്റീസും, ആമേൻ, നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സഭയായിരുന്നു. 2, ഒരു ഡിസേൺമെൻറ്റ് സ്പിരിറ്റ്, ഒരു അഭിഷേകമുണ്ട്, വിവേചനത്തിന് ഒരു അഭിഷേകമുണ്ടായിരുന്ന സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനടുത്ത വാക്യം പറയുന്നത്, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, ആമേൻ, സ്തോത്രം, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് കടന്നു വരുന്നവരെ കള്ളന്മാരെന്ന് വിളിക്കുവാനുള്ള അഭിഷേകമുണ്ടായിരുന്ന സഭയായിരുന്നു എഫെസസ് സഭ. ഹല്ലേലൂയ. ഇന്ന് ആ ക്വാളിറ്റീസ് പല സഭകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നവൻ, ഹല്ലേലൂയ, ഇതിനകത്ത് കാലെടുത്ത് വെക്കുന്നവൻ, ഹല്ലേലൂയ, ഈ സഭയ്ക്കകത്ത്, ഹല്ലേലൂയ, അഭിഷേകത്തോടെ, ഹല്ലേലൂയ, വിവേചിച്ചറിയണം അവൻ ഏതാത്മാവിനെ ഇതിനകത്ത് കടന്നു വരുന്നു, ഏതാത്മാവിനെ ഇവിടെ ശുശ്രൂഷിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഒരു ഡിസേൺമെന്റ് സ്പിരിറ്റ്, ഹല്ലേലൂയ, ആ ഒരു അഭിഷേകം ഉണ്ടായിരുന്ന സഭയായിരുന്നു. എല്ലാവരെയും കയറ്റത്തിലായിരുന്നു. ആമേൻ, സ്തോത്രം. വരുന്നവരും പോകുന്നവർക്കും എല്ലാം കയറി വരാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അതുപോലെ കൃപാവരങ്ങളാ നിറഞ്ഞവരായിരുന്നു. കയറി വരുമ്പോഴേ പറയും, ഇവൻ ആരാ, കള്ളനാണോ ശരിക്കുമുള്ളവനാണോ എന്ന് കയറി വരുമ്പോഴേ വിവേചിച്ചറിയുവാൻ കൃപയുള്ള സഭയായിരുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിന് വേണ്ടി അത്രയേറെ പ്രയത്നിച്ച, അത്രയേറെ കഷ്ടപ്പെടുന്ന, ഏതറ്റം വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ആമേൻ, സ്തോത്രം, ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനത്തിന്, ഹല്ലേലൂയ, വില കൊടുക്കുവാനായിട്ട് താല്പര്യമുള്ള സഭ. 2, ഹല്ലേലൂയ, വിവേചന കൃപയുണ്ടായിരുന്ന, വിവേചിച്ചറിയുവാനായിട്ടുള്ള കൃപയുണ്ടായിരുന്ന സഭയായിരുന്നു എഫെസസ് സഭ എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ടാണ് അവർ കയറി വരുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് വിളിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സുവിശേഷങ്ങളും ഒരുപാട് ശുശ്രൂഷകളും ഒരുപാട് പ്രസംഗങ്ങളും കേൾക്കുന്നത്, ആമേൻ, സ്തോത്രം, നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ ഏത് കേൾക്കണമെന്ന്. നമ്മൾ ഇന്ന് കേൾക്കുന്നതിന് പുറകെ ഇന്നൊരു പക്ഷേ പോകും, നാളെ അത് കേൾക്കുമ്പോഴത്തേനും അവരെടുത്ത് താഴെക്കളയും. ആമേൻ, സ്തോത്രം. അതിന് വ്യത്യാസം വരണമെങ്കിൽ ഇതകത്ത് ചെല്ലണം. ആമേൻ, സ്തോത്രം. വചനം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ പ്രസംഗിക്കുന്നവൻ ഏത് പ്രസംഗം പ്രസംഗിക്കുന്നുവെന്നും എന്ത് ആത്മാവിനാൽ പ്രസംഗിക്കുന്നുവെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവജനത്തിന്, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിൽ നിലനിൽക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ഞാനൊരു ദൂത് പറയട്ടെ, വചനം ഉള്ളിൽ ഉണ്ടായിരിക്കണം.
വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, വചന പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശയങ്ങളും ഹല്ലേലൂയ മറ്റു സകല അത്ഭുതങ്ങളും ഒരു സൈഡിൽ നടക്കട്ടെ, അത് നടക്കേണ്ടെന്നല്ല, പക്ഷേ അതെല്ലാം നടക്കേണ്ടത് ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ വെളിപ്പാടിലായിരിക്കണം അതെല്ലാം നടക്കേണ്ടത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നേരത്തെ കർത്തദാസൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു, വചനം മറ്റൊരു സൈഡിൽ പോകുന്നു. ഇത് രണ്ടും ഒരു ബന്ധമില്ലാത്ത പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാൽ സഭയ്ക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. വചന പഠനം കൊണ്ട് ഉയരട്ടെ. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ ആത്മീയ ഹല്ലേലൂയ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. ഡിസേൺമെന്റ് സ്പിരിറ്റ്, വിവേചന വരമുണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. ആദ്യകാല സഭകളിൽ ഉണ്ടായിരുന്നതാ ഹല്ലേലൂയ. അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ മാറിയിരുന്ന ഹല്ലേലൂയ അതിനെ വിവരിച്ച് പറയുവാനായിട്ടുള്ള ഉണ്ടായിരുന്ന ഉള്ളവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വളർന്നു വന്നൊരു കാലഘട്ടം, ഒരു പൈതൃകമുള്ള പെന്തക്കോസ്ത് ഗോളമാണ് നമ്മുടെ എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. പൈതൃകമുള്ള ഒരു പെന്തക്കോസ്ത് ഗോളമാണ്. ഇന്ന് എന്ത് ടെസ്റ്റ് മണിയാണ് നമ്മൾ മുമ്പിലോട്ട് വെക്കാൻ പോകുന്നത്? നമ്മുടെ അടുത്തൊരു ജനറേഷൻ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് അടിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കയറി നിൽക്കുന്ന ചെറുപ്പക്കാർ മുതൽ സ്മോക്ക് ചെയ്തിട്ട് ആത്മാവിൽ ആരാധിക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാർ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഏത് ഹല്ലേലൂയ പൈതൃകമാണ് നമ്മൾ കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആമേൻ, സ്തോത്രം. ഏത് വചനമാണ് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഏത് ഹല്ലേലൂയ ആത്മീക അഭിഷേകമാണ് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. സഭകൾ ശക്തമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മുടെ തലമുറകൾ നമുക്കൊരു പൈതൃകം തന്നേച്ചു പോയി, നമ്മൾ അതിനെ പിൻപറ്റി ഹല്ലേലൂയ നമ്മൾ വചനപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ തലമുറകൾ പഠിക്കട്ടെ, അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകട്ടെ, അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ, എല്ലാം വേണം ഹല്ലേലൂയ. പക്ഷേ അതിനേക്കാൾ ഉപരി ഹല്ലേലൂയ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വചനം കൊടുക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലെന്നേ. അവർ പോകുന്നിടത്ത് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കും. സുവിശേഷീകരണം ആമേൻ, സ്തോത്രം, അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. അത് ചില ദേവദാസന്മാർക്ക് മാത്രമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. എഫെസസ് സഭയുടെ ക്വാളിറ്റീസാണ്. ആമേൻ, സ്തോത്രം. ഒരു വിവേചന വരമുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു. കയറി വരുന്നവരെ വിവേചിക്കുവാനായിട്ട് ഹല്ലേലൂയ അതിനകത്തിരിക്കുന്നവരെ തിരിച്ചറിയുവാനായിട്ട് ഒരു കൃപ ഉണ്ടായിരുന്ന സഭയായിരുന്നു. അതിന് അടുത്തതെന്ന് പറയുന്നത് അതിനുശേഷമാണ് അതിൻ്റെ 4ാം വാക്യം ഇങ്ങനെ, എങ്കിലും ആമേൻ ഒരു കുറ്റം മാത്രം പറയാനുണ്ട്. ആമേൻ, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ 3ാം വാക്യം ഇങ്ങനെ, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും. ഹല്ലേലൂയ. എന്തോരം ടെസ്റ്റ് മണീസ് നമുക്ക് പറയാനുണ്ടെന്നേ. ആമേൻ. ഞങ്ങൾ കഷ്ടപ്പെട്ടത്, ഞങ്ങൾ കടന്നു പോയതും അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ സഹിച്ച് ഇതുവരെ നിന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഫെസസ് സഭയെ പറ്റി ദൈവം പറയുന്നൊരു ദൂതിതാണ്. ഹല്ലേലൂയ നീ കഷ്ടതയുടെ പീക്ക് ലെവലിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ തെറ്റിപ്പോകുമെന്ന് പറയുന്ന പല സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ പിടിച്ചു നിന്നത് ഹല്ലേലൂയ സ്വർഗം വിലയിരുത്തുന്നുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. കാണുന്നൊരു സ്വർഗമുണ്ടെന്നേ, അതിനെ വിലയിരുത്തുന്നൊരു സ്വർഗമുണ്ടെന്നേ, അതിനെ അറിയുന്നൊരു ദൈവമുണ്ടെന്നേ, അതിനെ കാണുന്നൊരു ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം പറയും, സാക്ഷ്യം പറയും. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ നീ എൻ്റെ നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാഞ്ഞതും. ആമേൻ, സ്തോത്രം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ വീണു പോകാമായിരുന്നു, പട്ടുപോകാമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പാസ്റ്റർ എൻ്റെ അപ്പനോട് ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിട്ടുപോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. അതുപോലത്തെ പരീക്ഷകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്, പക്ഷെ നിങ്ങൾ പിടിച്ചു നിന്നു. ആമേൻ, സ്തോത്രം. സ്വർഗം നമ്മളെക്കുറിച്ച് ആ ടെസ്റ്റ് മണി പറയണമെന്നേ, അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് വേണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവം മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ സാമ്പത്തികമായും മറ്റനുഗ്രഹങ്ങളും വരാതിരിക്കുകയോ, പക്ഷേ സ്വർഗം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും തളർന്നു പോകാതെ വണ്ണം ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നൊരു നിൽപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ വിട്ടിട്ട് പോകത്തില്ല, എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീച്ചൂളയുടെ നടുവിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ശദ്രകും മേശകും അബേദ്നെഗോവും എടുത്തൊരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ വീഴുന്നെങ്കിൽ വീണോട്ടെ, മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ. ഹല്ലേലൂയ എങ്കിലും ഈ ദൈവത്തെ വിട്ടു പോകത്തില്ലെന്നൊരു തീരുമാനമെടുത്തപ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ വീഴുന്നത് വരെയും കാണാനൊരു ദൈവ സാന്നിധ്യം വീണതിന് ശേഷം കണ്ടു തുടങ്ങിയപ്പോൾ ആമേൻ അതിനകത്തൂടെ കടന്നു പോകുവാനായിട്ട് അവരെടുത്തൊരു തീരുമാനമുണ്ടല്ലോ.
ആമേൻ. സ്വർഗം കാണുന്നുണ്ടെന്നേ. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം ദൈവം കാണുന്നുണ്ട്. നമ്മൾ എടുക്കുന്നൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് ദൈവം മാനിക്കുമെന്നേ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളൊന്നും ഹല്ലേലൂയ തെറ്റായി പോയിട്ടില്ല. ജീവിതത്തിലെടുത്ത സ്റ്റെപ്പുകളൊന്നും തെറ്റായി പോയിട്ടില്ല. ഹല്ലേലൂയ. അതൊക്കെ കാണുന്നൊരു സ്വർഗമുണ്ട്. There is a time. ഹല്ലേലൂയ. അതിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഹല്ലേലൂയ അതതിൻ്റെ പ്രവൃത്തിയോടെ മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലരോട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. കഷ്ടതയുടെ പീക്ക് ലെവലിലൂടെ കടന്നു പോയപ്പോഴും ആമേൻ സ്തോത്രം തളർന്നു പോകാതെ വേണം നിന്നത് കാണുന്നൊരു സ്വർഗമുണ്ട്. അത് ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനുള്ള മറുപടികൾ ഹല്ലേലൂയ 2026 നിങ്ങൾ പ്രാപിക്കുമെന്ന് ഹല്ലേലൂയ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കടന്നുപോയ കഷ്ടതകളുടെ ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കിയ മേഖലകളുടെ മറുപടികളുടെ ഒരു വർഷമായിട്ട് ഹല്ലേലൂയ ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണു പോകാമായിരുന്ന സാഹചര്യം, തളർന്നു പോകാമായിരുന്നു ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധി നിന്ന് ഓടിപ്പോകാമായിരുന്നു ഹല്ലേലൂയ, പക്ഷെ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്നത് ഹല്ലേലൂയ. യോബ് പറഞ്ഞ പോലെ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ സാരമില്ല ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ കണ്ണാൽ കാണുമെന്ന് പറഞ്ഞെടുത്ത തീരുമാനങ്ങൾ ആമേൻ സ്തോത്രം. ചില തീരുമാനങ്ങൾ ദൈവം മാനിക്കുന്ന പകലാണെന്ന് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുത്തതൊന്നും തെറ്റായി പോയിട്ടില്ല, മുമ്പോട്ട് വെച്ച സ്റ്റെപ്പുകളൊന്നും തെറ്റായി പോയിട്ടില്ല ഹല്ലേലൂയ. സ്വർഗം മാനിക്കുന്ന ഒരു പകലാണ് ഹല്ലേലൂയ. ദൈവം അതിന് മറുപടി തരുന്നൊരു പകലായി തീരട്ടെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എഫെസസ് സഭയെ പറ്റി പറയുന്നൊരു ക്വാളിറ്റീസാണ്. അടുത്തൊരു ക്വാളിറ്റിയാണ്, നിങ്ങൾ നിന്നത് ദൈവമായ ഞാൻ കണ്ടു. തളർന്നു പോകാഞ്ഞത്, നിങ്ങളെടുത്ത തീരുമാനം ആമേൻ സ്തോത്രം, നിങ്ങളെടുത്ത ഹല്ലേലൂയ ആ ഒരു സ്റ്റെപ്പ് ഹല്ലേലൂയ, കഷ്ടത വന്ന് ഹല്ലേലൂയ അടിച്ചെടുത്ത് പോകാമായിരുന്നിട്ടും ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ നിങ്ങൾ ദൃഢതയോടെ നിന്നത് ഞാൻ കണ്ടു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ദൈവം അത്രയേറെ സ്നേഹിക്കുന്ന സഭയാണ് എഫെസസ് സഭ എന്ന് പറയുന്നത്. അവരതുപോലെ വില കൊടുത്തൊരു സഭയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിനുശേഷമാണ് ആ ഒരു വാക്യം പറയുന്നത്. പക്ഷേ ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ലാസ്റ്റ് വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരുന്നു. 6-ാം വാക്യത്തിലേക്ക് ഇതൊന്ന് വായിക്കാം. ആമേൻ സ്തോത്രം. എങ്കിലും നിക്കല്ലോ ഇവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. അതിനടുത്ത എഫെസസ് സഭയുടെ ക്വാളിറ്റീസാണ്, ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ ശീലിച്ചൊരു സഭയായിരുന്നു എഫെസസ് സഭ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ തീരുമാനിച്ച സഭ ഹല്ലേലൂയ. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിരുന്നു എഫെസസ് സഭയുടെ. ഹല്ലേലൂയ. നിക്കല്ലുവരുടെ നടപ്പ് ആമേൻ സ്തോത്രം. ദൈവത്തെ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസി എന്ന് പറഞ്ഞുള്ള മുഖം മൂടി വെച്ചിട്ട് ആമേൻ സ്തോത്രം നടക്കുന്ന ഒരു കൂട്ടരായിരുന്നു ആരാ? നിക്കല്ലുവരെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഫ്രണ്ട് കൊണ്ട് മുമ്പ് കൊണ്ട് ഹല്ലേലൂയ അവരെ കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് ആമേൻ സ്തോത്രം. എന്നാൽ അവർ ഹല്ലേലൂയ കള്ളന്മാരായിരുന്നു ആമേൻ സ്തോത്രം. അവരെ വെറുക്കുന്നു. ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാനായിട്ട്, ദൈവം വെറുക്കാൻ തീരുമാനിച്ചതിനെ വെറുക്കുവാനായിട്ട് തീരുമാനമെടുത്തൊരു സഭ ായിരുന്നു. ദൈവം ആഗ്രഹിക്കാത്ത വഴികളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തൊരു സഭ. ദൈവത്തിൻ്റെ ഹിതമെന്തോ അതെന്ന് തീരുമാനമെടുത്ത സഭ. ആമേൻ സ്തോത്രം. എൻ്റെ തീരുമാനങ്ങളല്ല, എൻ്റെ സ്റ്റെപ്പുകളല്ല ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിക്കുന്ന വഴികളല്ല, ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നോ, ദൈവത്തിൻ്റെ തീരുമാനമെന്തോ ഹല്ലേലൂയ ആ തീരുമാനം എടുക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയും ആമേൻ സ്തോത്രം. ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാൻ നമ്മളും പഠിച്ചു. ഇത് പല സഭകൾക്കും പറ്റുന്നത് ദൈവം വെറുക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ആമേൻ സ്തോത്രം. നമ്മൾ വചനത്തെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അതെന്ത് ഏത് നിലയിൽ എഴുതിയെന്ന് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ അതിനെ അങ്ങോട്ട് നമ്മുടേതായ നമ്മുടേതായ ഒരു ഐഡിയ കൊടുത്തിട്ട് നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഞാൻ യൗവനക്കാരുടെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഏത് നിലയിലും എക്സ്ക്യൂസസ് കണ്ടെത്താനായിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ആയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആ വാക്യങ്ങൾ പക്ഷെ നേരെ മറിച്ച് മറ്റൊരു തലമുണ്ട് ആമേൻ സ്തോത്രം. ദൈവവചനം കൃത്യമായിട്ട് പഠിക്കുവാനായിട്ടും ഒരു തീരുമാനമെടുത്ത തലമുറയുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ 1-2 സെൽ ഗ്രൂപ്പുകൾ, എനിക്ക് 7 സെൽ ഗ്രൂപ്പുണ്ട്. യൗവനക്കാർ കൂടി വരുന്ന ഏകദേശം 10-60 കുഞ്ഞുങ്ങൾ കൂടി വരുന്ന 7 സെൽ ഗ്രൂപ്പുണ്ട്. അതിലൊരു സെൽ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് അവൻ മർത്തോമക്കാരനാണ്. അവൻ ആദ്യമായിട്ട് എൻ്റെ സെൽ ഗ്രൂപ്പിലാണ് ശുശ്രൂഷിക്കുന്നത്, വചനം പറയുന്നത്. അവനൊരു വചനം എടുത്തു. അവൻ പറയാം, പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ പറയേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞോളാൻ പറഞ്ഞു.
പക്ഷെ അവൻ പറഞ്ഞ വചനം അവനത് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ രീതിയിൽ അവൻ ആ വചനം പഠിച്ചു എന്ന് ആമേൻ സ്തോത്രം. അത്രയേറെ ആഴത്തിലിറങ്ങി ഡെയിലി ഡിവോഷൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആമേൻ സ്തോത്രം. മത്തോമ പയ്യനാണ്. ആമേൻ സ്തോത്രം. അവൻ ഞങ്ങളുടെ അവിടെ കൽക്കട്ടയിലുള്ളൊരു ചർച്ചിലൊരു വിശ്വാസ കുടുംബത്തിൽ അവൻ ജീവിക്കുന്നത്. അവൻ ആ ചർച്ചിൽ പോകുന്നുണ്ട്. പക്ഷെ അവൻ ഞങ്ങളുടെ ക്യാമ്പിന് വന്നതിന് ശേഷമാണ് അവൻ രക്ഷിക്കപ്പെട്ട് അവൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ അവൻ കൃത്യമായിട്ട് വചനം പഠിക്കുന്നുണ്ട്. ആ വചനം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കർത്താവ് ഇങ്ങനായിരുന്നു എന്ന്. ഞാൻ ആ ഭാഗം ഏതാണെന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷ മറ്റൊരു നിലയിൽ പോകും. ആമേൻ സ്തോത്രം. അതുപോലെ കൃത്യമായിട്ട് വചനം വേർതിരിച്ച് പഠിക്കുന്ന ഒരു തലമുറയും കൂടി ഉണ്ട് നമ്മുടെ നടുവിൽ. അതുകൊണ്ട് വചനം ശുശ്രൂഷിക്കുമ്പോൾ പണ്ടത്തെ പോലെ ബ്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ആമേൻ സ്തോത്രം. അത് ഏറ്റെടുക്കാനായിട്ട് ഒരു തലമുറ ഇല്ലിനി. ഹല്ലേലൂയ. വചനം കൃത്യമായിട്ട് എവിടെ വിളമ്പുന്നോ അവിടെ നിൽക്കുവാനായിട്ടൊരു തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞത് എഫെസസ് സഭയിൽ അത്രയേറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ദൈവം വെറുക്കുവാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ഈ പുതുവർഷത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കത്തില്ലെന്ന് ഒരു തീരുമാനം എത്ര പേരെടുക്കും? ആമേൻ സ്തോത്രം. ദൈവം വെറുക്കുന്നതിനെ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കാത്തതിനെ ഞാൻ ആഗ്രഹിക്കത്തില്ല. ആമേൻ സ്തോത്രം. ദൈവം ഇഷ്ടമില്ലാത്തടത്തേക്ക് ഞാൻ പോകത്തില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന് ഹിതമല്ലെങ്കിൽ ഈ സ്റ്റഡീസ് എനിക്ക് വേണ്ട, ഈ ജോലി എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ താല്പര്യം. ഹല്ലേലൂയ. ദൈവം നയിക്കുന്നിടത്തേക്ക്, ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക്. മരിക്കാനായിട്ട് ദൈവം ഡിസിഷൻ എടുത്തിട്ട് ആയുസ്സിനെ ചോദിച്ച് മേടിച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് പോയി. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചു പോയിരുന്നെങ്കിൽ നിത്യത പ്രാപിച്ചേനെ. ആമേൻ സ്തോത്രം. പക്ഷെ ആയുസിന് എന്ത് ചെയ്തു? ചോദിച്ചു മേടിച്ചു. പിന്നത്തെ അന്ത്യം എന്തായിരുന്നു? ഹല്ലേലൂയ. ചോദിച്ചു മേടിക്കരുതൊന്നും. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അതിനനുസരിച്ച് മുമ്പോട്ട്. ആമേൻ സ്തോത്രം. സ്വർഗം വെറുക്കാൻ ശീലിക്കുന്ന ഒരു ഹല്ലേലൂയ സമൂഹത്തെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നേ, ഒരു സഭയെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നേ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഹല്ലേലൂയ അതിന് ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞാൻ ആദ്യം ശുശ്രൂഷ തുടങ്ങുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഞാൻ വചന പഠനം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. ദൈവാത്മാവ് കൃത്യമായിട്ട് എനിക്ക് ഒരു സ്ക്രീനിൽ ഞാൻ എങ്ങനെയാണോ സുവിശേഷ വേലയ്ക്ക് പോകേണ്ടതെന്ന് കൃത്യമായ മാപ്പ് അടിസ്ഥാനത്തിൽ ഒരു സ്ക്രീനിൽ ഞാൻ അടുത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഷോർട്ട് ഫിലിം പോലെ എനിക്ക് കാണിച്ചു. ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ ഇറങ്ങി തിരിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ രണ്ട് വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഡോഡ എന്ന് പറയുന്ന ഒരു മലയാളികളും ഇല്ലാതെ ജമ്മുവിൽ നിന്ന് ഏകദേശം ഒരു 180-200 കിലോമീറ്റർ 6-7 മണിക്കൂർ മല കയറി ചോട്ടാ കശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തിനാ ദൈവം കൊണ്ടുപോയെന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ഒരു മലയാളികളും ഇല്ലാത്ത, ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത, ഒരു സഭകൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത വ്യക്തിയായിട്ട് പോലും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഒരു റൂം എടുത്ത് താമസിക്കേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് 6 മാസം അവിടെ ഉണ്ടായിരുന്നു. എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അതിന് നടുവിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ദൈവം എന്നെ 2 വർഷം അനുവദിച്ചില്ല വേറൊന്നും. ആമേൻ സ്തോത്രം. ഏകദേശം ഒരു ടീം വന്ന് ആ ദേശത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ദേശക്കാർ അടിച്ചു വിട്ട സ്ഥലത്ത് ചുറ്റും പള്ളികളുടെ നടുക്കിൽ ഒരു റൂം എടുത്ത് ഞാൻ താമസിക്കുന്നത്. എന്തിനാണെന്ന് ദൈവത്തോട് ചോദ്യം ചോദിച്ചില്ല. ദൈവം ദർശനം കാണിച്ചു, പോകാൻ തീരുമാനിച്ചു. ഞാൻ ആ ദേശത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ ദൈവത്തിൻ്റെ അടയാളം കണ്ടു. ഞാൻ അവിടെ റെഡിയായി താമസിച്ചു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അടുത്തൊരു ദർശനം ദൈവം തന്നു. പക്ഷേ ഞാൻ ആ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിൽ ചില പേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ നിന്നു. അവിടെ തന്നെ നിന്നു 6 മാസം. കഷ്ടതയുടെ അങ്ങേറ്റം. 1 രൂപ പോലും എന്നെ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വണ്ണം ഞാൻ ചുറ്റി. എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ എം റെഡി ടു ഗോ ഫോർവേഡ്. ഞാൻ നിന്നെ അനുസരിക്കാൻ റെഡിയാണെന്ന് ഞാൻ എന്ന് തീരുമാനമെടുത്തോ അന്ന് തന്നെ എനിക്ക് ആ കഴിഞ്ഞ 6 മാസത്തെ വാടക ദൈവം തന്നു. ആമേൻ സ്തോത്രം. ഞാൻ അന്നേരം ഒറ്റ രാത്രി കൊണ്ട് പാക്ക് ചെയ്തു. ഒരു രാത്രി പോലും ഞാൻ എടുത്തില്ല. ഒരു രാത്രി ഞാൻ ഓടി അവിടെ ചെന്നു, പാക്ക് ചെയ്തു. അടുത്ത ദിവസം ഞാൻ കിട്ടിയ വണ്ടി വിളിച്ചു, അതിനകത്ത് സാധനം ഇട്ടു, ഞാൻ നേരെ പോന്നു. അങ്ങനെയാണ് ദൈവം എന്നെ വെസ്റ്റ് ബംഗാളിലോട്ട് കൊണ്ടുവന്നത്. 1 വർഷം മുമ്പേ ഞാൻ അവിടെ വരേണ്ടത്. ഞാൻ അവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതിന് 1 വർഷം മുമ്പേ ഞാൻ അവിടെ വരേണ്ടതാണ്.
പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നു. കഷ്ടത അങ്ങ് വല്ലാത്തൊരു ലെവലിലേക്ക് പോയപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ റെഡിയായി പോയി. ആമേൻ. സ്തോത്രം. ആ തീരുമാനത്തിലേക്ക് ആരും പോകരുത്. ദൈവം വെറുക്കുന്നതിന് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറായാലുണ്ടല്ലോ ദൈവം നമ്മളെ മാനിക്കും. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. മുന്നറിയിപ്പുകൾ ദൈവം തരും. ഹല്ലേലൂയ. അതനുസരിച്ച് നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ദൈവപ്രവൃത്തി നമ്മൾ കാണും. എഫെസസ് സഭയുടെ ക്വാളിറ്റീസാണ് നമ്മൾ കണ്ടത്. ആമേൻ. സ്തോത്രം. അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, വിവേചന കൃപയുള്ളവരായിരുന്നു, ദൈവം വെറുക്കുന്നതിന് വെറുത്തവരായിരുന്നു, കഷ്ടതയുടെ നടുവിൽ അവർ നിലനിന്നവരായിരുന്നു, സഹിഷ്ണുതയുള്ളവരായിരുന്നു. ഇത്രയും ക്വാളിറ്റീസ് അവരെ പറ്റി ദൈവം പറയുമ്പോൾ ഒരൊറ്റ കാര്യമേ ദൈവം അവരെ പറ്റി പറയുന്നുള്ളൂ, നിങ്ങളും എങ്കിലും എങ്കിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു ചെറിയ തെറ്റ്. ആമേൻ. സ്തോത്രം. അത് വളരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്യം ഇതല്ലേ. ആർക്കെങ്കിലും ഒരു സ്നേഹം നമ്മളോട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് ഉദ്ധരിക്കുന്ന വാക്യമാണ്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതെവിടാ കിടക്കുന്നതെന്ന് പോലും പലപ്പോഴും നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ കേട്ട് പഠിച്ചതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ എഫെസസ് സഭയെ പറ്റി പറയാനുള്ളൊരു തെറ്റെന്ന് പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഞാനിത് പഠിച്ചു. ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു സംഭവം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവർ വളരെ ഇത്രയേറെ ക്വാളിറ്റീസ് ഈ സഭയ്ക്കുണ്ട്. ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാ, ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം നിൽക്കുന്നവരാ. പക്ഷേ നമ്മൾ എഫെസി ലേഖനം പഠിച്ചു വരുമ്പോൾ അതിന് 4-ാമത്തെ 5-ാമത്തെയൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ തുടങ്ങി. എന്താ? വർഷങ്ങളിങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ എല്ലാ സഭകൾക്കും പറ്റുന്ന പോലെ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ദൈവം അത്രയേറെ കരുതുന്നൊരു സഭയാണ്, ദൈവം അത്രയേറെ സ്നേഹിക്കുന്നൊരു സഭയാണ്. ഈ കാലഘട്ടത്തിലും ദൈവം അങ്ങനത്തെ സഭകളെ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോകാതെ വണ്ണം, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും മാറിപ്പോകാതെ വണ്ണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സഭകളെ ദൈവം തേടുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആമേൻ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്തോ ഈ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ അവർ പയ്യെ ഒരു സിസ്റ്റമാറ്റിക്കായി പോയി, ഒരു മെക്കാനിസത്തിലേക്ക് പോയി. മറ്റേന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം ഓടിച്ചെന്ന് എവിടെ ഇരിക്കും, പൗലോസിൻ്റെ കീഴിലിരുന്ന് വചനം പഠിക്കും. ആമേൻ. സ്തോത്രം. കിട്ടുന്ന സമയമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനകൾ വെക്കും. കിട്ടുന്ന സമയമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? കൂടിയിരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് മിക്ക സഭകളിലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കൂട്ടായ്മയുള്ളൂ. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കേരളത്തിലൊക്കെ എങ്ങനെയാണെന്ന്. നോർത്ത് ഇന്ത്യയിലൊക്കെ പല സഭകളിൽ, ഞങ്ങളുടെ അവിടെയൊക്കെ ചില സഭകളിലൊക്കെ ആഴ്ച ഒരു ദിവസം ആരാധനയുള്ളൂ, വേറെ ഒരു കൂട്ടായ്മയില്ല. ആമേൻ. സ്തോത്രം. പണ്ടൊക്കെ എന്തുമായിരുന്നു? ആഴ്ചയിൽ ഒരുപക്ഷെ തിങ്കളാഴ്ച മാത്രമേ എന്തെങ്കിലും ഇല്ലാത്തതായിട്ട് വരത്തുള്ളൂ. ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് കാണും, പുറത്ത് എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് പോകും. ബുധനാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് കാണും. വ്യാഴാഴ്ച കോട്ടേജ് മീറ്റിംഗ് കാണും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കാണും. ശനിയാഴ്ച കാത്തിരിപ്പ് യോഗം കാണും. ഞായറാഴ്ച ആരാധന കാണും. പിന്നെ തിങ്കളാഴ്ച വേണമെങ്കിൽ ചെറിയ റെസ്റ്റ് എടുക്കും. ചൊവ്വാഴ്ച തൊട്ട് പിന്നെ ഇത് തുടങ്ങും. കാത്തിരിപ്പ് യോഗവും ഇല്ല, ഉപവാസ പ്രാർത്ഥനകളും ഇല്ല, ആർക്കും സമയവും ഇല്ല. ആമേൻ. സ്തോത്രം. തീഷ്ണതയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. സ്തോത്രം. അത് ആ സഭയെ പറ്റി പറയാനുള്ളൊരു തെറ്റെന്ന് പറയുന്നത് എല്ലാം ഒരു മെക്കാനിസത്തിലേക്ക് പോയി, സിസ്റ്റമാറ്റിക്കത്തിലേക്ക് പോയി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകൾ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ്? നമ്മൾ പാടും. ആമേൻ. സ്തോത്രം. ആരും നമ്മൾ സ്ക്രീനിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാടും. ആമേൻ. സ്തോത്രം. സ്ക്രീനിൽ തെറ്റി വന്നാലും നമ്മൾ പാടും. കാര്യം എന്താണെന്നറിയാമോ? ഇത് ഓൾറെഡി എവിടെ സ്റ്റോർഡാണ്, എത്ര വർഷമായെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. ചിലർ പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നേ. ഹല്ലേലൂയ. 10, 15, 20, 25 തലമുറകളുടെ സാക്ഷ്യം പറയാൻ കാണും. ആമേൻ. സ്തോത്രം. ഇത്രയും വർഷങ്ങളായിട്ട് ഇതിവിടെ ഫീഡായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വരി പോലും തെറ്റത്തില്ല. ഉറക്കത്തിലിരുന്ന് പാടിയാലും കൃത്യമായിട്ട് പാടും. ആമേൻ. സ്തോത്രം. നമ്മളിവിടെ അല്ലെങ്കിലും നമ്മൾ പാടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കർത്തൃദാസൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, അന്യഭാഷ പോലും നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മളിവിടെ അല്ലെങ്കിലും നമ്മൾ ഒരുപക്ഷെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിപ്പോയി. കൈയടിക്കണം, അത് അടിച്ചുകൊണ്ടിരിക്കുന്നേ. വചനത്തിൻ്റെ ഒരു ഹിൻഡ് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പറഞ്ഞു പോകും. കാര്യം എന്താണെന്നറിയാമോ? ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോർഡ് ആയി കിടക്കുന്നതുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക്കത്തിലേക്ക് പോയി, ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ട്, ഒരു മെക്കാനിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ലെന്നേ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ, ആ സ്നേഹം ഹല്ലേലൂയ മടങ്ങി വരണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടം
കാലഘട്ടമുണ്ടായിരുന്നു, ഒരു തീഷ്ണതയുടെ കാലഘട്ടമുണ്ടായിരുന്നു. 27, 14, 21, 40 ഉപവസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടിയ കാലഘട്ടമുണ്ടായിരുന്നു. കിട്ടുന്ന സമയങ്ങൾ ഉപവസിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. കിട്ടുന്ന സമയങ്ങൾ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ മാറി ഹല്ലേലൂയ ഒരു മെക്കാനിസത്തിലേക്ക് പോകുമ്പോൾ മുന്നറിയിപ്പ് സഭയ്ക്ക് കൊടുക്കുകയാ, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എഫെസ സഭയെ ഒരു മുന്നറിയിപ്പ് നിനക്ക് തരികയാണ്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നു നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ഏതാണെന്നറിയാമോ? ഹല്ലേലൂയ. ദ ബിഗിനിങ്. ഹല്ലേലൂയ. ഓൾവേസ് റിമെമ്പർ ദ ബിഗിനിങ്. ഹല്ലേലൂയ. ഓൾവേസ് റിമെമ്പർ ദ സ്റ്റാർട്ട്. വെൻ വി സ്റ്റാർട്ടഡ്. ഹല്ലേലൂയ. എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു? ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുനീരോടെ സ്നാനപ്പെട്ട് സ്നാനക്കുളത്തുനിന്ന് കയറി വന്ന ഒരു ഹല്ലേലൂയ അനുഭവം നമുക്കുണ്ടായിരുന്നു. മുട്ടുമേലിരുന്ന് ആരാധിച്ചൊരു അനുഭവം നമുക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ അത്രയേറെ ഓടിയിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഏതിൽ നിന്ന് ഹല്ലേലൂയ എവിടെ നമുക്ക് ബ്രേക്ക് പറ്റിയോ ഹല്ലേലൂയ അത് തിരിച്ചറിഞ്ഞ് മടങ്ങി വരണമെങ്കിൽ ഹല്ലേലൂയ മാനസാന്തരപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ആത്മീയ ഗോളത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഹല്ലേലൂയ മടങ്ങി വരണം. സഭയോട് ദൈവം ആത്മാവ് ആലോചന പറഞ്ഞതാണ്, എവിടെ നിന്ന് വേദിൽ നിന്ന് വീണിരിക്കുന്നു അതിലേക്ക് മടങ്ങി വരിക, മാനസാന്തരപ്പെട്ട അതിലേക്ക് മടങ്ങി വരിക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വരികയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത കൊണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിക്കുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം അപ്രിഷ്യേറ്റ് ചെയ്തു സഭയെ. ഹല്ലേലൂയ. അതിനുശേഷം അതിനൊരു മുന്നറിയിപ്പ് കൊടുത്തു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒരു സൊല്യൂഷൻ കൊടുക്കുക, മടങ്ങി വരിക. There is a eternal, hallelujah, there is a eternity is waiting. ഒരു നിത്യത നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ എവിടെയും ശുശ്രൂഷിക്കാൻ പറയേണ്ട, ഈ ലോകത്തിൽ നേടുന്ന സകലതും ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യമായി നിലനിൽക്കുന്നൊരു ബന്ധം ഹല്ലേലൂയ അത് ദൈവമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമെങ്കിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. 2026 നമ്മളൊരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകട്ടെ. ആത്മീയമായ നിലയിൽ ഹല്ലേലൂയ ഞാൻ വളരുവാനായിട്ടൊരു തീരുമാനമെടുക്കുന്നു. ഭൗതിക നന്മകളൊക്കെ മാറ്റിവെക്കുന്നേ. ഹല്ലേലൂയ. അതൊക്കെ ദൈവം തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ഇല്ലെന്നേ. ഹല്ലേലൂയ. നേരെ മറിച്ച് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ. എവിടെ നിന്ന് ഞാൻ മാനസാന്തരപ്പെടണമോ, ഏത് നിലയിലേക്ക് ഞാൻ എൻ്റെ ആത്മീക ഗോളം, എൻ്റെ ആത്മീക ജീവിതം മാറ്റിക്കൊണ്ടുവരണമോ ആ നിലയിലേക്ക് ഞാൻ വരുവാനായിട്ടൊരു തീരുമാനം. A new resolution. ഹല്ലേലൂയ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഈ വർഷം ഞാൻ ആത്മീയമായിട്ട് വളരുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഉപവസിക്കുവാൻ, എനിക്ക് ഹല്ലേലൂയ സമയങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, എൻ്റെ ജോലിയുടെ തിരക്കുകളുണ്ടായിരിക്കും, ഹല്ലേലൂയ എൻ്റെ ബിസിനസ്സിൻ്റെ തിരക്കുകളുണ്ടായിരിക്കും, ഹല്ലേലൂയ എങ്കിലും ഞാൻ ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുക. ഈ വർഷം ഞാനും അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അങ്ങ് എന്നെക്കുറിച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ നോക്കുമ്പോൾ ഹല്ലേലൂയ എന്നെപ്പറ്റി പറയുവാനായിട്ട് നല്ലൊരു ടെസ്റ്റ് മണിയുടെ വർഷമാക്കി ഹല്ലേലൂയ ഈ വർഷം മാറുവാൻ ഹല്ലേലൂയ. മറ്റേത് നന്മകൾ ഞാൻ പ്രാപിച്ചില്ലെങ്കിലും, മറ്റേത് നന്മകൾ ഞാൻ നേടിയില്ലെങ്കിലും ഹല്ലേലൂയ ദൈവം എന്നെ നോക്കുമ്പോൾ ദൈവം സ്വർഗം എന്നെ പറ്റിയൊരു ഹല്ലേലൂയ നല്ലൊരു സാക്ഷ്യം പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരു ആത്മീയ സാക്ഷ്യം പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുവാൻ എത്ര പേര് ഹല്ലേലൂയ പകൽക്കാലം തീരുമാനമെടുക്കാം? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. ഹല്ലേലൂയ. ആത്മസ്തേവിയുടെ പ്രബലമായ പിടിയിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞ് സകല മന്ത്രവാദ തന്ത്രങ്ങളും കത്തിച്ചു കളഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ പേടിച്ച്, ദൈവത്തെ ഭയപ്പെട്ട, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം അർപ്പിച്ചിറങ്ങിത്തിരിച്ച ഒരു സഭയായിരുന്നു എഫെസ സഭ. ഹല്ലേലൂയ. ദേശശക്തികൾക്ക് എഗെയിൻസ്റ്റായിട്ട് നിന്നൊരു സഭ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദേശശക്തിയെതിരായി പോരാടിയൊരു സഭ.
ഹല്ലേലൂയ, അർത്തിമോസ് ദേവി വാണിരുന്ന ദേശത്ത് ഹല്ലേലൂയ ദൈവസഭ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ അഭിഷേകത്തിൽ അതിന് എഗൈൻസ്റ്റായിട്ട് പോരാടിയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ, സകലതും ഹല്ലേലൂയ ആ ദേശത്തിന് നടുവിൽ ഭയം വന്നിട്ട് ഹല്ലേലൂയ സകല മന്ത്രവാദികളും ഹല്ലേലൂയ അവരുടെ സകല ബുക്കുകളും കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു നഗരമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സകല ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മൾ ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ലാതിരുന്നിടത്തു നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് ആ തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രാപിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ ഹല്ലേലൂയ സകല നന്മകളും അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, ഈ വർഷം നമ്മളൊരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യുവജനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം വെച്ചാൽ പ്രിയ കർത്തദാസന് സഭയ്ക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. ആമേൻ.